ശശി തരൂർ മോദിയുടെ US സന്ദർശനത്തെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം വലിയ പ്രതീക്ഷ നൽകുന്നു എന്നാണ് ശശി തരൂർ MP ഇന്നലെ പറഞ്ഞത്. Had said that Mr. Trump is the greatest negotiator in the world, and here Mr. Trump says Mr. Modi is better than him. So I think we are looking at a very high degree of praise. Is it convenient and comfortable for you? Agreed? Agreed. പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ യാത്രയെ വിജയമായും തരൂർ വാചാലനായതിന് പിന്നിൽ കാരണം എന്തായിരിക്കും? ഒറ്റ നോട്ടത്തിൽ കണ്ണിൽപ്പെടാത്ത ചില കണക്കുകൂട്ടലുകൾ ഇതിന് പിന്നിലുണ്ട്. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിവിനിയുടെ മൂർച്ച. മോഡിയുടെ അമേരിക്കൻ സന്ദർശനം ഒരു തരത്തിലും വിജയമാണ് എന്ന് വിലയിരുത്താൻ പറ്റില്ല. ഇന്ത്യയുടെ ഒരു ആവശ്യങ്ങളും അവിടെ അംഗീകരിച്ചില്ല. ശശി തരൂർ പ്രകടിപ്പിച്ചത് ഒരു ആശയാണ്, ഒരു പ്രത്യാശയാണ്. ഏത് അവിടുത്തെ ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ കാര്യത്തിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടാകാം എന്നൊരു പ്രത്യാശയാണ്. ഇന്ത്യൻ പൗരന്മാരുടെ ആത്മാഭിമാനത്തിന്, ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന് വ്രണമേറ്റ സാഹചര്യത്തിൽ അതുപോലും അമേരിക്കയുടെ പ്രസിഡന്റ് മുഖത്ത് നോക്കി പറയാൻ, മൈ ഫ്രണ്ടിന്റെ മുഖത്ത് നോക്കി പറയാൻ ആർജവം കാണിക്കാത്ത ഒരു പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം എന്ന് പറയുന്നത് അതൊരു സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. എന്നിട്ട് ഗ്വാണ്ടനാമോ ബേയിലെ തീവ്രവാദികളെ കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്ത് ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചിട്ട് 56 ഇഞ്ച് നെഞ്ചളവുണ്ടെന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തേ പ്രതികരിക്കാതെ പോയത്? അതാണ് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അപ്പൊ ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ പോയി കഴിഞ്ഞാൽ വിനീത വിധേയന്റെ വേഷം കെട്ടി നിൽക്കുന്ന നരേന്ദ്രമോദിയെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിമർശനം. ശശി തരൂർ ഈ വിഷയത്തിൽ അഭിപ്രായം പറയുമ്പോൾ അത് പൊതുസമൂഹം ശ്രദ്ധിക്കാതിരിക്കില്ല. കാരണം പൊതുസമൂഹത്തിന് ഇതിനു മുമ്പിൽ ക്രെഡിബിലിറ്റി ഉള്ള, വിശ്വാസ്യതയുള്ള ഒരു നേതാവാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ് ശശി തരൂർ. അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ വിദേശ നയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുമ്പോൾ അതിന് വിശ്വാസ്യതയുണ്ട്. ആ വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിൽ പൊതുസമൂഹത്തിന്റെ ഒരു നല്ല ഭാഗമെങ്കിലും അത് ശരിയായി അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തേക്കാം. പക്ഷെ ഇത് പ്രശ്നമാകുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ദോഷമുള്ളത് കൊണ്ടല്ല, നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉള്ളത് കൊണ്ടുമല്ല. അനാശാസ്യമായ ഒരു അഭിപ്രായ പ്രകടനവും തരൂർ നടത്തിയിട്ടില്ല. പക്ഷേ തരൂർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലപാടിൽ നിന്ന് വല്ലാതെ വ്യതിചലിക്കുകയും ആ പാർട്ടിക്ക് ഒരു എംബാരസ്മെന്റ് ഉണ്ടാകത്തക്ക രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ പാർട്ടിക്ക് പ്രതികരിക്കേണ്ടി വരും. ആ പ്രതികരണം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ മാറി, എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ അങ്ങനെ അഭിപ്രായം പറഞ്ഞു എന്നതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയൊന്നുമില്ല. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പരാമർശങ്ങളെല്ലാം തന്നെ ദേശീയ താല്പര്യത്തിലുള്ളതാണ്. അല്ലാതെ അത് ഏതെങ്കിലും BJP പോളിസിയെ പ്രത്യേകിച്ച് അനുകൂലിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നതനുസരിച്ച് നമുക്ക് ഓൾറെഡി ഇന്ത്യൻ എയർഫോഴ്സിന് റഫാലുണ്ട്, അതിനോടൊപ്പം തന്നെ F-35 കൂടി വരാനുള്ള ഒരു സാധ്യതയുണ്ട് എങ്കിൽ അത് എയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ് എന്ന് പറയുന്നത് ദേശീയ താല്പര്യത്തിലാണ്. അത് BJP അല്ല കോൺഗ്രസാണ് അധികാരത്തിൽ നിൽക്കുന്നത് എങ്കിലും അതേ രീതിയിലത്തേക്കുള്ള ഒരു സമീപനം മാത്രമേ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രത്യേകിച്ച് ഒരു ഡിപ്ലോമാറ്റ് ആയിരുന്ന ഒരു വ്യക്തിക്ക് സ്വീകരിക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്ന ഒന്നാമത്തെ കാര്യം. അവന് ബുദ്ധിയുണ്ട്, മനസ്സിലായോ? നരേന്ദ്രമോദിയെ തന്നേക്കാൾ മികച്ച നെഗോഷിയേറ്റർ ആണ് എന്ന് ട്രംപ് പറയുന്നതിന്റെ ഒരു സാഹചര്യമുണ്ട്. കാരണം ട്രംപ് അദ്ദേഹത്തിന്റെ സ്വന്തം നിലയ്ക്ക് ഏറ്റവും നല്ല നെഗോഷിയേറ്റർ ആണ്, ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ഏറ്റവും മികച്ച നെഗോഷിയേറ്റർ ആണ് എന്ന് അവരുടെ ഫോറിൻ സെക്രട്ടറി പറഞ്ഞതിന് ശേഷമാണ് തന്നെക്കാൾ കൂടുതൽ മികച്ചത് നരേന്ദ്രമോദിയാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും തന്നെ പ്രത്യേകിച്ച് BJPയുടെ എന്തെങ്കിലും ഒരു പോളിസിയോടുള്ള ഒരു അപ്രൂവലോ അങ്ങനെയൊന്നുമായിട്ട് കാണേണ്ടതില്ല. മറിച്ച് നമ്മുടെ രാജ്യത്തലവൻ അവിടെ പോകുന്നു, അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു അംഗീകാരം എന്ന രീതിയിൽ മാത്രം അതിനെ കാണാവുന്നതാണ്. അപ്പൊ ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമുള്ള ഒരു കാര്യമല്ല. 100% ഞാൻ യോജിക്കുന്നു. ശശി തരൂർ ഒരിക്കലും കോൺഗ്രസ് രാഷ്ട്രീയക്കാരനെ ആയിരുന്നില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അദ്ദേഹം കോൺഗ്രസിലായിരുന്നു. കോൺഗ്രസിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചതും മന്ത്രിയായതും. ഇപ്പോൾ അവസാനം ഈ 2024 തെരഞ്ഞെടുപ്പിൽ ജയിച്ചതെല്ലാം ശരി തന്നെയാണെങ്കിലും അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയക്കാരനല്ല. പക്ഷെ കേരളത്തിൽ നിന്ന് പാർലമെന്റിലെത്താൻ ഏറ്റവും മികച്ച മാർഗം അദ്ദേഹത്തിന് കോൺഗ്രസിൽ ചേരുക എന്നുള്ളതായിരുന്നു അന്നത്തെ കാലത്ത്. അങ്ങനെയാണ് അദ്ദേഹം കോൺഗ്രസ് എത്തിച്ചേരുന്നത്. അദ്ദേഹത്തിന് കേരളത്തിലെ കോൺഗ്രസിനെ നിയമസഭയിൽ 2026 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസിനെ ഭരണത്തിലെത്തിക്കണമെന്നുള്ള യാതൊരു ബാധ്യതയും ഉള്ള ആളല്ല ശശി തരൂർ. 2029 രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആക്കണമെന്നുള്ള ബാധ്യതയും ശശി തരൂരിനില്ല. വെറുതെ അതും ഇതൊന്നും പറയണ്ട കേട്ടോ.
ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. നമ്മൾ ചിന്തിക്കുന്ന പോലെ, നമ്മൾ കാണുന്ന പോലെ ഒരു പരമ്പരാഗത രാഷ്ട്രീയക്കാരനാകാൻ ശശി തരൂർ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അദ്ദേഹം ആ വഴി പോയിട്ടുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഈ പറയുന്ന ഗ്ലോബൽ സിറ്റിസൺ എന്നൊക്കെ പറയുവാണെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനി തനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കോൺഗ്രസിൽ നിന്നുകൊണ്ടില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞു. അദ്ദേഹത്തിന് മനസ്സിലായത് മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ മാത്രമാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ഇതിനു മുമ്പ് എനിക്ക് 2 വർഷം മുമ്പ് അദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് സ്വയം അവതരിപ്പിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിലൊക്കെ പോയി സ്വീകരണം ഏറ്റുവാങ്ങി. അത് കോൺഗ്രസിൽ വലിയൊരു വാദപ്രതിവാദത്തിന് വഴിയൊരുക്കി നമുക്കറിയാം. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിൽ ചില അവസാനത്തെ കളികൾ കളിക്കുകയാണ്. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. അദ്ദേഹം എനിക്ക് തോന്നുന്നത് ശശി തരൂർ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിൽ നിന്ന് പതിയെ പുറത്തേക്ക് പോവാണ്. അദ്ദേഹത്തിന്റെ വാതിലുകൾ കോൺഗ്രസിന് പുറത്തേക്ക് തുറന്നിട്ടിരിക്കുകയാണ്. ആ വാതിലിലൂടെ അദ്ദേഹം പതിയെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുമ്പോൾ എവിടെ നിന്നൊക്കെ പിന്തുണ വേണം, എവിടെയൊക്കെ അറ്റാച്ച് ചെയ്യപ്പെടണം, എവിടെയൊക്കെ തനിക്ക് ഓറിയന്റേഷൻ ഉണ്ടാവണം എന്നുള്ള കുറിച്ച് അദ്ദേഹത്തിന് ഒരു ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഡൽഹിയിൽ മോഡിയെ അദ്ദേഹം പ്രകീർത്തിക്കുമ്പോൾ കേരളത്തിൽ പിണറായി പ്രകീർത്തിക്കുന്നത്. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. ശശി തരൂർ കോൺഗ്രസിന്റെ പുറത്തേക്ക് പോകാനുള്ള അല്ലെങ്കിൽ വെളിയിലേക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പും തയ്യാറെടുപ്പിലാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ അപ്പോൾ ആ ഒരു ഗ്ലോബൽ സിറ്റിസൺ എന്നുള്ള ഇമേജ് എപ്പോഴും അദ്ദേഹത്തിന് കീപ്പ് ചെയ്യണം. അപ്പോൾ അദ്ദേഹം ആര് ചെയ്താലും നല്ലതെന്ന് പറയും. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെങ്കിൽ അത് അങ്ങനെയാണെന്ന് പറയും. അത് CPM ആയാലും കോൺഗ്രസ് ആയാലും എനിക്ക് പ്രശ്നമില്ല. ഡൽഹിയിൽ മോഡി ചെയ്താലും നല്ലതാണെങ്കിൽ അത് നല്ലതാണെന്ന് പറയും. രാഹുൽ ഗാന്ധി ചെയ്താലും അത് നല്ല. പക്ഷെ അങ്ങനെ ഒരു നരേഷൻ അദ്ദേഹം ഉണ്ടാക്കുന്നത് അദ്ദേഹം കോൺഗ്രസിന് വെളിയിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ പോകുന്നു. ബൈ ബൈ.